വേദിക്ക് മുന്നിലിരിക്കുന്ന ബഹുമാന്യരെ, വൈപ്പിൻകരയിലെ നല്ലവരിൽ നല്ലവരായ കലാസ്നേഹികളെ, സുഹൃത്തുക്കളെ, ഈ മഹാസംരംഭത്തിൽ എനിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ സർവശക്തനായ ജഗദീശ്വരനോടും ഇതിൻ്റെ സംഘാടകരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും തള്ളെ അവൻ്റെ മുടമാക്കുന്നു. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാനില്ല. അണ്ണാ സുഖങ്ങളൊക്കെ തന്നെയല്ലേ? ചെല്ലക്കിളിയൊക്കെ എല്ലാവർക്കും സുഖങ്ങൾ തന്നെയല്ലോ. തള്ളെ അമ്മയാണ്. നിങ്ങൾ പുലി തന്നെ കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, കഴുതപ്പുലി. ചുമ്മാ പറഞ്ഞാണ്. എന്തായാലും ഇത്രയും ഒരു പുളപ്പുളകമെന്ന് അമ്മയാണ് ഞാൻ വിചാരിച്ചില്ല. കാരണം വൈപ്പിൻകരയിൽ ഞാൻ മായാവി എന്ന ചിത്രം തൊട്ടടുത്താണ് ഷൂട്ടിങ്ങിന് വന്നിട്ടുള്ളത്. എൻ്റെ ഒരു ഹിറ്റ് ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കും ആ ചിത്രത്തിൽ ഭാഗമാകാൻ കഴിഞ്ഞു. അതുകൊണ്ട് എന്തുകൊണ്ടും വൈപ്പിൻകരയിലെ എല്ലാ പ്രിയ സുഹൃത്തുക്കളോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഇവിടെ ആദരിക്കപ്പെട്ട ബെന്നി ചേട്ടനോടും അതുപോലെ തന്നെ ദിലീപേട്ടനോടും സിദ്ദിഖായോടും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും അറിയിച്ചുകൊണ്ട് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ഈ പ്രസംഗിച്ച് എനിക്കൊരു പരിചയമല്ല. എന്നിൽ നിന്നും നിങ്ങളൊരു പ്രസംഗം പ്രതീക്ഷിക്കുന്നില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ചെറിയൊരു നമ്പർ ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചു. മുമ്പൊക്കെ ഞാൻ മിമിക്രി ചെയ്യുമ്പോൾ ഏതെങ്കിലും ചെറിയൊരു ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ചുരണ്ടി അടിച്ചു മാറ്റി വേറെ അവതരിപ്പിക്കാറുണ്ടായിരുന്നു. അതിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നടന്നു വരികയാണ്. പക്ഷേ ഈ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലിരുന്ന് വാവാസ് എന്ന് പറയുന്ന ഇതിൻ്റെ നേരത്തെ ജയസൂര്യ പറഞ്ഞത് ശരിക്കും ഞാനവിടെ ഇരുന്ന് പറഞ്ഞപ്പോൾ ഉടനെ അടിച്ചു മാറ്റി എനിക്ക് മുമ്പ് ഇവിടെ പറയുമെന്ന് എൻ്റെ അമ്മ സത്യം ഞാൻ വിചാരിച്ചില്ല. എന്നോട് പറഞ്ഞു ഒന്നും കിട്ടിയില്ല അളിയ എന്ന് പറഞ്ഞപ്പോൾ സിനിമയിൽ അതിനുശേഷവും ജയസൂര്യ ഇങ്ങനെയുള്ള പരിപാടി നിർത്തിയിട്ടില്ല. ദയവ് ചെയ്ത് നിർത്തണം എന്നെൻ്റെ പ്രിയ സുഹൃത്തിനോട് ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ്. ഇനി എന്നിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള ചില സിനിമാ നടന്മാരുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. നമുക്കേവർക്കും പ്രിയങ്കരിയായ ശ്രീമതി ബിന്ദു പണിക്കർ. എടാ അശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റു. അതെങ്ങനെ? അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. താങ്ക് യു. ഇനി നമ്മുടെ കൊച്ചു പ്രേമൻ. പക്ഷേ ആ പട്ടി വിട്ടുള്ള ഏർപ്പാട് അതത്ര ശരിയായില്ല കേട്ടോ. പട്ടി കൊണ്ട് സൂക്ഷിക്കുക എന്ന് ബോർഡ് വയ്ക്കുന്ന പോലെ ഇവിടെ മുണ്ട് പറിക്കുന്ന കുട്ടികളുണ്ട് എന്നുകൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി സിദ്ദിഖാക്കയുടെ പഴയ സൗണ്ട്. ദേ, ആത്മാർത്ഥമായിട്ടാണ് നീ അവളെ സ്നേഹിക്കുന്നെങ്കിൽ നിന്റെ കൂടെ ഞാൻ കാണും. അതല്ല കുടുംബ വൈരാഗ്യം വെച്ച് നീ പക തീർക്കാനാണ് നിന്റെ പാവമെങ്കിൽ നിന്റെ നെഞ്ചത്ത് ആദ്യത്തെ വെട്ടുവിടുന്നത് ഞാനായിരിക്കും. പറ, എന്താ നിന്റെ ഉദ്ദേശം? താങ്ക് യു. ഒരു മിനിറ്റ്. ഞാൻ ഈ സുരാജിൻ്റെ ഒരുപാട് സ്റ്റേജിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. സുരാജിനെ എപ്പോൾ കണ്ടാലും ഞാനത് പിന്നെ അവതരിപ്പിക്കാൻ പറയാറുണ്ട്. എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും സുരാജിൻ്റെ ഒരു മാസ്റ്റർ പീസ് ഒരു ഐറ്റം ഉണ്ട്. ആ ഐറ്റം ഇവിടെ ഒന്ന് പെർഫോം ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഒരാളും കൂടെ വേണം അല്ലേ? ബിജുക്കുട്ടനും കൂടെ ഒന്ന് വരൂ പ്ലീസ്. റിഹേഴ്സൽ ഒന്നും വേണ്ട, കുഴപ്പമില്ല, ഇവിടെ തന്നെ ആയിക്കോട്ടെ റിഹേഴ്സൽ. മലയാള ചലച്ചിത്രവേദിയിലെ താരങ്ങളെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടൊരു വിദ്യാർത്ഥി വന്ന് വെയിറ്റ് ചെയ്യാണ്. ഞാൻ ആ വിദ്യാർത്ഥിയെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാണ്. നീ ഇറങ്ങിപ്പോയാ? ബിജുക്കുട്ടേണ്ണ വാ. അങ്ങനെ ഒരു വിദ്യാർത്ഥിയെ ഞാൻ ഈ വേദിയിലേക്ക്
എന്റെ അച്ഛൻ പലതും പറയും, ഞാൻ വല്ല വാർക്കപ്പണി എടുത്ത് ജീവിച്ചോളാം, എനിക്ക് മിമിക്രി ആവണ്ട പ്ലീസ്. അല്ല, നിന്റെ അച്ഛൻ എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു നിന്നെ നല്ലൊരു മിമിക്രിക്കാരനാക്കി നിന്നെ മലയാള സിനിമയിൽ നല്ലൊരു നടനാക്കണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു. എന്റെ പൊന്നു സാറേ, മിമിക്രിക്കാരനല്ല, ഈ സീസൺ കഴിഞ്ഞ അവന്റെ ജീവിതം കട്ടപ്പോകുകയാണ്. അതുകൊണ്ട് വേണ്ട, ഞാൻ സിമന്റ് കൂട്ടി നീ ജീവിച്ചോളാം. ധൈര്യമായിട്ടില്ലേ, ഞാൻ ഓരോ സംഭവമായിട്ട് കാണിച്ചു തരാം, അത് അനുസരിച്ച് നീ സാറേ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു മിമിക്രിക്കാരൻ ഒരു മോഹൻലാൽ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ പൊക്കം വേണം, വണ്ണം വേണം, സൈസ് വേണം, അതുപോലെ വെളുപ്പ് വേണം, ഗ്ലാമർ വേണം, ഇതൊന്നും എനിക്കില്ല. ഞാൻ എങ്ങനെ ചെയ്യൂത്? നീ വെറുതെ നിന്നാ മാത്രം മതി. ഇതൊക്കെ ഓരോരുത്തർ ഇങ്ങോട്ട് നോക്ക്. ഞാൻ ഏതൊരു താരത്തെ ഇമിറ്റേറ്റ് ചെയ്താലും അവരുടെ രൂപം, ഭാവം, മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് ഇതെല്ലാം ഞാൻ ഇവിടെ വരുത്തി ചെയ്യും. ഇതെല്ലാം ക്ലിയർ ആയിട്ട് കണ്ട് പഠിച്ചതിന് ശേഷം നീ ഓരോന്നായിട്ട് വളരെ ടൈം എടുത്ത് ചെയ്താൽ മതി കേട്ടാ. മതിയല്ലേ? ശരി, ഓരോന്നായിട്ട് ഇതൊക്കെ എനിക്ക് വരുമെന്നാണ് പറയണത്. നിന്നെ കൊണ്ട് പോയാൽ വരുത്തിക്കും. ഓക്കെ, എന്നാ കുഴപ്പമില്ല. നിനക്ക് ആദ്യം ആരെയാണ് പഠിക്കേണ്ടത്? സാറ് തോറ്റു തന്നെ നടക്കൂല. ഞാൻ ഇപ്പൊ തെളിയിച്ചു തരാം ആരെ നിനക്ക് ആദ്യം പഠിക്കണം. എനിക്ക് പഴയ നടൻ മധുവിനെ പഠിക്കണം. മധുവിനെ? ശരി, ബാബാവിന് ചക്രവർത്തി മധു സാറിനെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൈകളുടെ സംഭവം ഉണ്ട്, നടത്തുണ്ട്, മുഖത്ത് വരുന്ന ഭാവാവിനെ. അതൊക്കെ എനിക്ക് പറ്റൂല. അതല്ലേ പാണ്ടിലോറിക്കാണ് ഭാവാവിനെയും വന്ന് മുഖത്ത് തള്ളണത്. അതെല്ലാം വളരെ മൈന്യൂട്ടായിട്ടുള്ള ഭാവാവിനെയും പോലും വാച്ച് ചെയ്തോണം കേട്ടോ. ഭാവാവിനെ ചക്രവർത്തി മധു സാർ, ഇത് ഞാൻ ആദ്യം കാണിക്കാം, അതിനുശേഷം ഞാൻ നോക്കി പഠിച്ചോ. ആദ്യം കൈകളുടെ സംഭവം മുഖത്ത് വരുന്നത്. റെഡി? എങ്ങടെ പോണ? ഇങ്ങനെ വന്നിട്ട് മുഖത്ത് ഭാവാവിനെ പൊട്ടി വിരിയുന്ന ശ്രദ്ധിച്ചോന്നെ. എവിടെ കണ്ട വന്നിറങ്ങണ കണ്ട വന്ന് തള്ളിയിട്ട് പോയത് കണ്ട. അതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് വായിച്ചു കേട്ടോ. ഇനി ഇതാ വോയിസ്. രാഘവ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ കല്യാണിയമ്മയുടെ മകൾ രാജലക്ഷ്മിയുമായി നിനക്കെന്താടാ ബന്ധം? ചോദിച്ചത് കേട്ടില്ലേ? പ്രേമമൊന്നും മണ്ണാങ്കട്ടെന്നും പറഞ്ഞ് അവളുടെ പുറകെ നടന്നിട്ട് ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോൾ നിനക്കവളെ വേണ്ടതായി. ഇല്ലടാ പട്ടി, പൊക്കോന്റെ മുമ്പിൽ നിന്ന് പോകാൻ എന്ന് പറഞ്ഞതിന് ശേഷം സൈഡിൽ നിന്ന് കുറച്ച് ഭാവാവിനെയും വാരി വിതറണം. പോകാൻ. അത് ശരി, ഇത് നമ്മൾ നോക്കരുത്, സൈഡിൽ. പക്ഷെ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റൂല. ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു. എനിക്ക് പറ്റൂല. നിനക്ക് സൈക്കിൾ വിട്ട് അറിയാമോ? സൈക്കിളോട്ട് അറിയാം. മതി, ഇപ്പൊ നീ പഠിക്കും. കൈകൊണ്ട് സൈക്കിൾ വിട്ട് അറിയാമോ? കൈകൊണ്ട് ഇങ്ങനെ. ഇപ്പൊ മധു സാറിന്റെ കൈകളുടെ സംഭവം ബ്രേക്ക് തിരിച്ചു കറക്കൂ, റിവേഴ്സ് തിരിച്ചു കറക്കൂ. ആദ്യം ഇനി ബാക്കിലോട്ട് കുറച്ച് യാന്തലും കൂടെ വേണം. ആദ്യം ഇപ്പൊ കൈകളുടെ സംഭവം റെഡി ആയി കഴിഞ്ഞു. ഇനി മെയിൻ ആയിട്ട് വേണ്ടത് ഭാവാഭിനയമാണ്. ഭാവാഭിനയം വരെ ഇപ്പൊ ഞാൻ വരുത്തി തരാം. കിട്ടൂല. ഇങ്ങോട്ട് നോക്കിയോ, നീ ഡയലോഗ് പറയാനായിട്ട് ഒരുക്കോ. ഇപ്പൊ എന്റെ ഭാവാഭിനയം മുഖത്ത് പൊട്ടി വിരിഞ്ഞ ശ്രദ്ധിക്കാം. റെഡി, ആക്ഷൻ. ഡയലോഗ് പറഞ്ഞോ. കറുത്തമ്മ, വെളുത്തമ്മ, പച്ചമ്മ. ഡയലോഗ് പറയടാ. തുമ്മരുത്, കണ്ടാ പൊട്ടി വിരിയുന്നാണ്ട. തുമ്മരുത്. ഇങ്ങനെ എന്തെങ്കിലും ഇതിന് പകരം നമുക്ക് തൂവാല എന്തെങ്കിലും വെച്ച്. എനിക്ക് വേറെ കാര്യം, എനിക്ക് നരേന്ദ്രപ്രസാദിനെ പഠിക്കണം. നരേന്ദ്രപ്രസാദിനെ ഒരുപാട് സംഭവമുണ്ട്. ആദ്യം കൈകളുടെ കുറച്ച് സംഭവമുണ്ട്. ബ്രേക്ക് ഡാൻസ് അറിയാമോ? ബ്രേക്ക് ഡാൻസ് അറിയാം. പിന്നെ ഈ ഗിയർ മാറ്റം അറിയാം വണ്ടിയുടെ? അറിയാം. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം. നരേന്ദ്രപ്രസാദ്. 2 കൈ. 16 കൊല്ലം മുമ്പ് നെറ്റി വിളർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ണുവാരി കയ്യിലെടുത്ത് ഈ അപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറെന്ന് മുതിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. കണിമംഗലം കോവിലകത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ, അതിന്റെ മേൽക്കൂര നിലമുത്തട്ടെ, എന്നിട്ട് ആലോചിക്കാം അപ്പന്റെ വാക്ക് മാറ്റുന്ന കാര്യം. ഇനി എനിക്കൊന്നും പറയാനില്ല, കേൾക്കാനും. ആയുസ്സിനു വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചു കൊള്ളുക. ആയുഷ്മാൻ ഭവ. ഇതെനിക്ക് പറ്റൂല, ഒട്ടും പറ്റൂല. ഇതെല്ലാം നിനക്ക് നാരങ്ങ പുഴി അറിയാമോ? എന്തോ നാരങ്ങ പുഴിയാൻ അറിയാം. പിന്നെ അസലായിട്ട് ഈ നാരങ്ങ വന്ന് പുഴി ഇപ്പൊ എല്ലാം നീ ക്ലിയർ ആയിട്ട് പഠിക്കും. അസലായിട്ട് പുഴിഞ്ഞു. രണ്ട് കൈ കൊണ്ട് പുഴിക്കരാ. ഇതും കൂടെ പുഴിയടാ. പെട്ടെന്ന് തീർക്കണ്ടേ? ഇനി നാരങ്ങ തറയിലിട്ടിട്ടോ, പുഴിച്ചിൽ നിർത്തരുത്. ഇനി കൈ സൈഡുകളിലേക്ക് ആക്കി പുഴിയൂ. കൈ സൈഡുകളിലേക്ക്. കറക്റ്റ്. ഇപ്പൊ ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇനി ജന്നിയുടെ തുടക്കം വെട്ടുമല്ലേ? ജന്നിയുടെ തുടക്കം അത് തന്നെ. കറക്റ്റ്. ഇനി അസലായിട്ട് എല്ലാരും ഒന്ന് കൊഞ്ഞണം കുത്ത്. അത് തന്നെ. ഇനി പ്രശസ്തമായ ഡയലോഗ് 16 കൊല്ലം മുമ്പ്
മറന്നാണ് കൊള്ളമ്മ. നെറ്റി പിളർന്ന് ചോര വീണ നെറ്റിമിലൊന്ന് പുഴിയടാ 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 വെട്ടുവല്ലേ വെട്ടുവല്ലേ വെട്ടുമല്ലേ വെട്ടുവല്ലേ ഡയലോഗ് പറയാ ഡയലോഗ്. ആയുഷ്മാൻ ബാബ പറ ആയുഷ്മാൻ ബാബാ. ഓക്കെ എന്റെ ദൈവം ഇത്രയുള്ള പ്രശ്നമല്ലേ? ഈസി ഏത്? ഇനി ഏത് തരം ഇനി വേണം ഏത് തരും? ഇനി മോഹൻലാൽ മോഹൻലാലോ? അയ്യോ. മോഹൻലാൽ പറ്റൂല. വേണ്ട വേണ്ട എടാ അത് വേണം. ചേട്ടാ എനിക്ക് പൊക്കൂല, ഹൈറ്റില്ല. ഫുട്ബോൾ അറിയാമോ ആ? ഫുട്ബോൾ കളി ഫുട്ബോൾ അറിയാമോ ചെറുതായിട്ട് കളിക്കാൻ അറിയാം. പാണ്ടികളി അറിയാമോ എന്തോ പാണ്ടികളി പിന്നെ ഇതറിഞ്ഞ ഓക്കെയാണ് ആണോ? ഇനി അതൊന്ന് എടുത്തോളൂ 90 ഡിഗ്രി ചരിയണം അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ നീ പഠിച്ചു വരുന്നോണ്ട് 70 ഡിഗ്രി ആയാലും കുഴപ്പമില്ല adjust ചെയ്യാം. കുഴപ്പമില്ല അല്ലേ? ഞാൻ അത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ദാ അവിടെ ഒരു ബാളുണ്ട്, തട്ടി തെറിപ്പിച്ച് വരുമ്പോൾ ലാലേട്ടനാവും. ദാ അവിടെ നിന്ന്. ദാ അവിടെ ബാളുണ്ടല്ലോ. ആ, ഉണ്ട്, ഉണ്ട്. ഗോളായി ഗോളായി അത് ഗോളായി. ഇങ്ങനെ വന്നിട്ട് എല്ലാവരും ചെറഞ്ഞൊന്ന് നോക്കണം. മൊത്തം അല്ലേ? ആ, ഇനി പ്രശസ്തമായ ഡയലോഗാണ്. പറ. എടോ വീരപ്പൻ എന്ന് പേരുള്ള തേടേറ്റ് സെട്ടെ, താൻ ആരാടോ നാട്ടുരാജാവോ? തൻ്റെ കളരിയും തരികിടെ നമ്പരും എല്ലാം ചിലവാകും അങ്ങ് കാട്ടില്. ഇത് സ്ഥലം വേറെയാ. ഒരുപാട് കളി കണ്ടവനാ ഞാൻ. ഒന്നിനും പറ്റിയില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിട്ട് ജഗന്നാഥൻ ഈ മണ്ണ് വിടൂ. നീ പോ മോനെ ദിനേശ. ആ, അടിപൊളി സാറേ. Ready, action. എടുത്തോ. എങ്ങനെ? എടുത്തേ തോളി ചേരി. അല്ല, എനിക്ക് തോളി ചരിയാനൊരു വിഷമമുണ്ട്. അതാ അത് ഇവിടെ ഷോൾഡർ സൈക്കിൾ നീ അവിടെ നില്ല, നിന്റെ കുടുംബം വരെ ചരിച്ചു തരാം. ഓക്കെ. അല്ല, എന്താ ചെയ്യാൻ പോണത്? പാടി വാങ്ങിക്കും. ഓക്കെ. ഇത് വെള്ളത്തിന്റെ നമ്മൾ ആ ക്വാണ്ടിറ്റി കൂട്ടും തോറും നിന്റെ ചരിഞ്ഞ് ഒന്നടങ്കം അങ്ങ് വരും കേട്ടാ. ഒരു കുറച്ച് 5-6 കപ്പ് കുറച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണ്. ആ, ഇനി അവിടെ ബാൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ആ, ഫുട്ബോൾ. ആ, പതിയെ തട്ടിത്തെറിപ്പിച്ച് മൈക്കിന്റെ അടുത്തേക്ക് വരും. ആ, അത് തന്നെ. അങ്ങനെ അങ്ങനെ. ആ, ആദ്യം ചീണ്ടി കളിച്ചാൽ മതി. അത് തന്നെ. ആ, ഇനി നേരെ ഇവിടെ വാ. എല്ലാവരും ചിറഞ്ഞു പിടിച്ച് നോക്കിയിട്ട് പ്രശസ്തമായ ഡയലോഗ്. മോനെ ദിനേശ സവാരി ഗിരിഗിരി. മോനെ ദിനേശ സവാരി ഗിരിഗിരി. സാറേ ബക്കറ്റ് ഇറക്ക് പ്ലീസ്. അവിടെ വെച്ചേ, അവിടെ അങ്ങോട്ട് വയ്ക്കും. ഇനി ഏത് താരത്തെ പഠിക്കണം പറഞ്ഞോളൂ. എനിക്കിപ്പോ ഏതായാലും ഇത്രയൊക്കെ പഠിച്ചില്ലേ? മമ്മൂട്ടി. ശരി, മമ്മൂട്ടി പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം എന്താ? പുള്ളിയുടെ നടത്തയാണ്. ആ. പിന്നെ നടത്ത, കൈകളുടെ സംഭവം, മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ്, ഇതെല്ലാം ക്ലിയർ ആയിട്ട് എല്ലാം വായിച്ചു വേണം കാണണം. അല്ലേ? ആ. ഭരത് മമ്മൂട്ടി. മമ്മൂട്ടി. ഓക്കെ. നടത്ത ക്ലിയർ ആയിട്ട് വായിച്ചു ചെയ്തല്ലോ. ഉഗ്രം. ഞാൻ വാച്ച് ചെയ്ത് ഇങ്ങനെ വന്നിട്ട് ഫസ്റ്റ് ഡയലോഗിന് ഇടത്തെ കുത്ത്. അതായത് ഇവിടെ 2 ഇഷ്ടിക വെച്ചേക്കും, നടുക്ക് ചാന്ത് വിട്ടേക്കും. ഓക്കെ. കറണ്ട് കാണൂല, കൈ കൊണ്ട് കുത്തി നിറയ്ക്കണം. അത് ശരി. ഓക്കെ. രണ്ടാമത്തെ ഡയലോഗിന് വലത്തെ സൈഡിൽ ചാന്ത് നിറയ്ക്കണം. നടക്കണം. സെന്റ് ഡയലോഗ് പറയുമ്പോൾ മാത്രം 2 കൈയും കൊണ്ട് നിറയ്ക്കണം. കാരണം ഇത് മൈക്കാടല്ല, അടങ്കലാണ്. ഇതാ ഞാൻ പറഞ്ഞ ഇഷ്ടപ്പണിക്ക് പോക്കോളാം. പെട്ടെന്ന് പണി തീർക്കണം. പിന്നെ മമ്മൂട്ടിയുടെ ഫിഗർ പിടിക്കാൻ വളരെ ഈസിയാണ്. എങ്ങനെ? നമ്മുടെ മുന്നിലിരിക്കുന്ന ആൾക്കാരെല്ലാം നമ്മൾ അസലായിട്ട് പുച്ഛിക്കണം. എങ്ങനെ? പുച്ഛിച്ച് തള്ളണം. ഇതാ നോക്കിയോ. ആ, ഓക്കെ 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 ഓക്കെ. അതല്ലോ. അല്ലല്ലേ? ഇനി പ്രശസ്തമായ ഡയലോഗ്. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഇരുമ്പാണ് തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലന് 16 പൊന്മണം കൊടുത്തവൻ ചന്തു. മാറ്റം തിരിവ് ചോദിച്ചപ്പോ മറന്നു പോയിന്ന് കളവ് പറഞ്ഞവൻ ചന്തു. ആ, എന്നത്? ആട്ടിന്റെ വേറൊരു പതിപ്പാണ്. അത് ശരി. ആട്, നമ്മൾ ആട്. ശരി, ശരി അല്ലേ? അതാണ് അതാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ. റെഡി, ആക്ഷൻ. മമ്മൂട്ടി പക്ഷേ എടുക്കും. എനിക്ക് ആ, ഇത് വേറൊന്നും വേണ്ട. മമ്മൂട്ടി എടുക്കുമ്പോൾ നീ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഷൂ ഇട്ടാൽ മതി. അങ്ങനെ നിനക്കത് കറക്റ്റ് ആവും. ഒരു ഷൂ അങ്ങ് ഊരിക്കള. പോട്ട് പോട്ട്. അവിടെ ചെന്ന് നിന്നിട്ട് പഞ്ചായത്തിലെ ഏറ് മുഴുവൻ വലിച്ച് നെഞ്ചിലേക്ക് കൊണ്ടുവരും. ഒറ്റ ഷൂ ഊരിയാൽ മതി. പഞ്ചായത്തിലെ ഏറ് മുഴുവൻ കൊണ്ടുവരും നെഞ്ചിലേക്ക്. കൈ 2 ബാക്കി കെട്ട്. അസലായിട്ട് ഒരു ഷൂ ഇട്ടുകൊണ്ട് നടന്നു പോവാ. ആദ്യം തന്നെ. ഇനി ഇവിടെ വാടാ. എനിക്ക് വയ്യ. ഇനി പ്രശസ്തമായ എല്ലാവരും പുച്ഛിച്ചുകൊണ്ട് ഡയലോഗ് പറ. ആദ്യം തന്നെ പുച്ഛിക്ക്. ഇനി ആ ഡയലോഗ് പറഞ്ഞോ. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ചന്തുവിനെ തോപ്പിക്കാനാവൂല്ലോ മക്കളെ. ചന്തു ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് മറ്റേ ഇടത്തെ കുത്തറ. ഇഷ്ടി വറക്കണ്ടേ? നീ എവിടെ വേണോ എടുത്തു വെച്ചോ. ചന്തുവിനെ തോപ്പിക്കാൻ നാട്ടില്ല. ഇടത്തെ കുത്ത്. ഇരുമ്പാണി തട്ടി. സെന്റി 2 കൊണ്ട് ഇങ്ങനെ. അത് തന്നെ. ഇരുമ്പാണി തട്ടി മുളിയാണി വെച്ച് കൊല്ലന് 16 പൊൻപണം കൊടുത്തവൻ ചന്തു. ഇനി ഏത് താരത്തെ പഠിക്കണം? പറഞ്ഞു. നീ ഏത് പഠിക്കണമെന്ന് പറ. ഏത് പഠിപ്പിച്ചു തരും? ഞാൻ എന്തിനും തയ്യാറാ. എനിക്ക്
സുരേഷ് ഗോപി. ആര്? സുരേഷ് ഗോപി. പോടാ വൃത്തികെട്ടവനെ. എന്താ? മമ്മൂട്ടിയെ മോഹൻലാലിനെ ഞാൻ അസലായിട്ട് കാണിച്ചു തന്നില്ല. അതിനകത്തുണ്ടല്ലോ സുരേഷ് ഗോപി. ഉണ്ടാ? അപ്പൊ തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റുമല്ലോ. അതാ ഉദാഹരണത്തിന് മമ്മൂട്ടി അച്ഛൻ, മോഹൻലാൽ അമ്മ, ഇവർക്ക് രണ്ടുപേർക്കുണ്ടായ പുത്രനാണ് സുരേഷ് ഗോപി. ശശി വല്ലതും പറ ആൾക്കാർ. എടാ ഇവരുടെ ആക്ഷനാണ് പുള്ളി മോഷ്ടിച്ചതെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്തിട്ട് പറയാണ്. എങ്ങനെ? ഇതപ്പൊ തെളിയിച്ചു തരാം. ഇതാരാ? അത് മമ്മൂട്ടി തന്നല്ലോ. ആ. ഇതോ? അത് മോഹൻലാല്. ഇത് സ്പീഡാക്കിയാൽ മാത്രം മതി. ആ. താഴെ 25 കിലോ ചാണകം കൊണ്ടിടണം. ശ്ശേ, അയ്യേ. അത് ടൈമിംഗ് അനുസരിച്ച് ചവിട്ടണം. ആ. ഇതാ നോക്കിയോ, മമ്മൂട്ടി ചാണാൻ ചവിട്ട് മോഹൻലാൽ, അയ്യേ. മമ്മൂട്ടി മോഹൻലാൽ, മമ്മൂട്ടി മോഹൻലാൽ, മമ്മൂട്ടി മോഹൻലാൽ. കണ്ട, അത് ഇത് സ്പീഡാക്കിയാൽ മാത്രം മതി. ഇടയ്ക്കിടയ്ക്ക് ചാണകം കൂടെ ചവിട്ടി കൊടുക്കണം. അതെ. ഇനി എന്ത് ചോദിച്ചാലും വേണ്ടാന്നും കൂടെ പറയണം. അത് പറയണല്ലേ? ഇനി പ്രശസ്തമായ ഡയലോഗ്. ഓർമ്മയുണ്ടോ ഈ മുഖം? ഷീറ്റ്. ഷീറ്റ് വേണം. പാകൊണ്ടുള്ള ഒരു പരിപാടിക്കും പുള്ളി തയ്യാറല്ല. വേണ്ട വേണ്ട, ഷീറ്റ് വേണം. എവിടെ കിടന്നാലും ഷീറ്റ്. ഷീറ്റ് വേണം. അറിയാലോ? ആ. റെഡി ആക്ഷൻ. അപ്പൊ എങ്ങനെ? ആദ്യം മമ്മൂട്ടി, മമ്മൂട്ടി, മോഹൻലാൽ. ചാണാ നിന്റെ അപ്പം വന്ന് ചവിട്ടു. ഇങ്ങനെ. ചവിട്ടടാ. മമ്മൂട്ടി മോഹൻലാൽ സ്പീഡാക്ക്. അത് തന്നെ. ഇനി മോഹൻ face. ചോറ് വേണോ? ബിരിയാണി വേണോ? 2 പെഗ് എടുക്കട്ടാ. സോഡ വേണ്ട. റെഡി ആക്ഷൻ ഡയലോഗ്. ഡയലോഗ് പറ. മോഹൻ തോമസിന്റെ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കൊടുത്ത് ഫലത്തിൽ ഷീറ്റ്. ഓക്കേ. മതിയാ? ഇനി നിനക്ക് ആ സൂപ്പർ താരത്തിനെ പഠിക്കണം. പറഞ്ഞോളൂ. അപ്പൊ നാളെ കലാവിന് പോകാൻ പറ്റുന്ന സിനിമ ചേരല്ലേ? ഇനി ആര് വേണം? ജയസൂര്യ. ജയസൂര്യ നമ്മളെ കൂട്ടുകാരൻ. എടുക്കാൻ പറ്റുമോ? ആരാ? ജയസൂര്യ. വെളുപ്പില്ല അല്ലേ? വേണ്ട അല്ലേ? ഓക്കെ, ജയസൂര്യ. ജയസൂര്യ എടുക്കോ? നീ ഇത്രയും രീതിയിൽ ശരി. പിന്നെ ഒരു കാര്യം, ഇത് കഷ്ടപ്പെട്ടാണ് എടുക്കണത്. അതല്ലേ? ഞാൻ എടുത്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ കയറി അറപ്പിക്കരുത്. ഇല്ല ഇല്ല. ഇത് വന്നാ വന്ന്. ഓക്കെ, കേട്ടാ? ശരി ശരി. ഓക്കെ. ജയസൂര്യ. സാറ് പഠിച്ചിട്ടില്ലല്ലേ ശരിക്കും? ഞാൻ പറഞ്ഞു. ഓക്കെ. ജയസൂര്യ. ഇതേത് ജയസൂര്യ? സൗണ്ട് ഇല്ല, മൈക്ക് ഓഫ് അല്ലേ? നീ ഇത്ര കേട്ടാ മതി. ഇത് ഊമപ്പെണ്ണിന് ഉരിയാട പയ്യ എന്ന സിനിമയിലെ ജയസൂര്യയുടെ സൗണ്ടാ. അത് ശരി. നീ എനിക്കിട്ടാക്കണ്ട. വീട്ടിൽ പോടാ. ആ.